ഉസ്താദേ, പെണ്ണിന് 21 വയസ്സായി, കല്യാണമൊന്നും ശരിയായിട്ടില്ല, ഒന്ന് ദ്വാരക്ക് കൊണ്ടിട്ടോ ഒരു കല്യാണം ശരിയാകാനെന്ന്. ദ്വാരക്കണ്ട തന്നെയാണ്, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 20 കൊല്ലം മുമ്പ് ഒരു ദിവസം രാത്രി 10 മണിക്ക് എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന തുടങ്ങിയത് ഓർമ്മയുണ്ട് എനിക്ക്? എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചങ്ങാണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അങ്ങനെ 12:30 ആയപ്പോൾ ബെല്ലടിച്ചിട്ട് നഴ്സിനോട് ചോദിച്ചു, മറിയമ്മൂൻ്റെ വല്ല വിവരവും ഉണ്ടോ? നഴ്സ് പറഞ്ഞു, ഒന്നും പറയാനായിട്ടില്ല പറഞ്ഞു. യാസിനെ ഒതിട്ട് ഇങ്ങനെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു 1:30ക്ക് പിന്നെയും ചോദിച്ചു, വല്ല വിവരവും ഉണ്ടോ? ഒന്നും പറയാനായിട്ടില്ല. 1:45 വെളുത്ത സാരി എടുത്തുങ്ങാണ്ട് നഴ്സ് തല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, മറിയമ്മ പെറ്റിക്കണു, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 18 കൊല്ലം കഴിയുമ്പോൾ നീ ചോദിക്കാതെ നിന്റെ റബ്ബ് രണ്ടാമത്തെ അൽഹംദുലില്ലക്ക് അവസരം തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. ഇതാണ് സംഗതി. നിഅമത്തുകൾ നമുക്ക് ഓർമ്മയില്ല, നിഖ്മത്തുകളെ നമ്മൾ ഓർക്കുന്നു. ഒരു 50,000 ഉറുപ്പ്യ കിട്ടിയെന്ന് വിചാരിച്ചോളി. നമുക്കൊരു 50,000 ഉറുപ്പ്യ കിട്ടി, എവിടുന്നോ കിട്ടി. ഒരാൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഒരു 50,000 ഉറുപ്പ്യ കിട്ടി. 50,000 ഉറുപ്പ്യ കിട്ടിയേക്കിന് നമ്മൾ വിചാരിച്ചു, എന്തായാലും പെരൻ്റെ ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും ഒന്ന് ടൈൽസ് ഇടണം എന്ന് തീരുമാനിച്ചു. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, കുട്ടികളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും സമ്മതമായി. എല്ലാവരും കൂടിയും കുടുംബസമേതം ടൈൽസ് നോക്കാൻ വേണ്ടി പോയി ടൈൽസ് കടയ്ക്ക്. അങ്ങനെ നല്ല തന്നെ ചൂരും മണമൊന്നും ഇല്ലാത്ത നല്ല ടൈൽസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്തി ഐറ്റം നോക്കി ഉറപ്പിച്ച് ബില്ലൊക്കെ അടിച്ച്, ബില്ല് കൊടുക്കാൻ വേണ്ടി കീശയിൽ കൈയിട്ടപ്പോൾ അടിയിലൊരു ഓട്ട, ഡും, 50,000. അതിൽ ഓങ്ങോട്ട് ബേജാറായിട്ട് പറയും, എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 50,000 നൂലുമക്കൂടി ഉണ്ട് ഇറങ്ങിയത് പടച്ചോൻ്റെ വിധിയായിരുന്നില്ല, അത് ഓട്ടയിൽ കൂടെ പോയത് മാത്രം പടച്ചോൻ്റെ വിധിയാണ്. ഇതന്നെ നമ്മളെ സംഗതി. നിഅമത്തുകൾക്ക് ശുക്റുണ്ടായിരിക്കണം, അപ്പോൾ വർധനവ് തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ തന്നാൽ നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരാം. വഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. പൈസ ഉണ്ടാവാനുള്ള ദുആ എങ്ങനെ അറിയാം നിങ്ങൾക്ക്? കുറച്ചോനെ കുറേ പൈസ തരണേന്നല്ല, പൈസ ഉണ്ടാകാൻ ദ്വാരക്കണ്ട്. പിന്നെ എങ്ങനെ? അല്ലാഹുവേ, ധാരാളം സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ എനിക്ക് നീ അവസരം തരണേ. അതാണ് പൈസ ഉണ്ടാകാനുള്ള ദ്വാ. മറ്റേ കുടുങ്ങും മനുഷ്യണ്ടായാൽ, മറ്റേ പൈസ ഉണ്ടായാൽ കുടുങ്ങും. ഏത് പൈസ വേണ്ടത്? അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറഞ്ഞോളി. അല്ല, അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ നീ അവസരം നൽകണേ അല്ലാ. ഒരുപാട് ആളുകളുടെ കടം വീടാൻ ഞങ്ങളെ നീ കാരണമാക്കണേ അല്ലാ. ഒരുപാട് മിസ്കീന്മാരുടെ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് നീ അവകാശം നൽകണേ അല്ലാ. ആമീൻ. ദുആന്റെ അദബ് തെറ്റിയാൽ പ്രശ്നമാവും. ദുആന്റെ അദബ് തെറ്റാൻ പാടില്ല. ദുആക്ക് ഒരുപാട് അദബുകളുണ്ട്. നമ്മൾ തോരന്ന് എല്ലാ അദവും മര്യാദയൊന്നും ഇല്ലാത്ത ദുആ തോരക്കും. പടച്ചോനെ, റോട്ടിൽ ചതച്ചരക്കല്ലേ റബ്ബേ. അള്ളാഹ്ക്ക് വേറെ പണിയൊന്നും ചെയ്യില്ല, ബനരക്കലുള്ള പണി. പറഞ്ഞു കേട്ടാ തോന്നും. മൈക്കേ കൂടി എങ്ങനെ അലോക്കിന്റെ ഒച്ചിട്ടിട്ട് മൈക്കേ കൂടി എങ്ങനെ റോഡിൽ അരക്കല്ലേ റബ്ബേ, കെന്റിച്ചാടിക്കല്ലേ, ഭൂമി കുലുക്കത്തിൽ പെടുത്തല്ലേ. ഇതൊക്കെയല്ല അള്ളാന്റെ ഏർപ്പാട് പറഞ്ഞത്. വൈദാ മരിദത്തു ഫഹുവ യശ്ഫി എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത് അലൈഹിസ്സലാം. വൈദാ മരിദത്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫി, അവൻ സുഖമാക്കുന്നവനാണ്. ഒരിക്കലും മോശമായത് അള്ളാഹുലേക്ക് ചേർക്കാൻ പാടില്ല, അത് നമ്മളിലേക്കേ ചേർക്കാൻ പറ്റുള്ളൂ. പള്ളിപ്പം അള്ളാൻ്റെയാണ്. നമ്മൾ എന്തു പറയും? അള്ളാൻ്റെ വീട് എന്ന് പറയും. അമ്പലാർദ അള്ളാൻ്റെ തന്നെയാണ്, പക്ഷെ അത് പറയില്ല. എന്തേ? മോശമായത് അള്ളാഹുലേക്ക് ചേർക്കൂല, നല്ലതേ ചേർക്കാൻ പാടുള്ളൂ. ദ്വൻ്റെ ആദാബ് നല്ലോണം പാലിക്കണം. നമുക്ക് അറബി അറിയാൻ എഴുതിയിട്ട് ഇങ്ങനെ കെട്ടിക്കൂട്ടി ദ്വാരക്കാനൊന്നും പറ്റൂല. ഇതാര് ദ്വാരുന്ന ദ്വയാണ് എന്നുള്ളത് പ്രധാനമായിരിക്കും. ആരാണ് ഈ ദ്വ ദ്വാരുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. സമ്പത്തിനുള്ള ദ്വയാണ്.
അല്ലാഹുമ്മ അല്ലാഹുവേ അഗ്നിനി എന്നെ നീ ഐശ്വര്യവാനാക്കണമേ ബിഹലാലിക ഹലാൽ കൊണ്ട് അൻ ഹറാമിക ഹറാമിനെ തൊട്ട് വബിത്വാഅതിക നിന്നെ അനുസരിക്കൽ കൊണ്ട് അൻ മാസിയതിക നിനക്ക് എതിര് ചെയ്യുന്നതിനെ തൊട്ട് വബിഫളിക നിന്റെ ഔദാര്യം കൊണ്ട് അമ്മൻ സിവാക്ക് ലോകത്തുള്ള എല്ലാ മഖ്ലൂഖിനെ തൊട്ടും നീ എന്നെ ഐശ്വര്യവാനാക്കണേ. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തേക്കാണ് പോകുമ്പോ ചെല്ലാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുമേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് നീ നൽകണമേ. നമ്മൾ അധ്വാനിച്ചിട്ടൊന്നല്ല നമ്മൾ കഴിഞ്ഞുകൂടുന്നത്, അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. ഫളിലേക്കുള്ള വഴി നോക്കണം. അള്ളാഹുവിൻ്റെ ഫളിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫളിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ല വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മനസ്സെപ്പോഴും പരിശുദ്ധമായിരിക്കണം. ഇലാഹിയായ തൗഫീഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ മാതൃകയാക്കണം. അവരെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ജീവിതത്തിൻ്റെ വിജയം. ദുനിയാവും ആനന്ദകരമാക്കണം, ആഖിറവും ആനന്ദകരമാക്കണം. ആസ്വദിച്ച് നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റണം. അതിനെന്ത് വേണം? മഹത്തുക്കളായ ആളുകളെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ, സ്വാലിഹീങ്ങൾ ഈ ദുനിയാവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ രാജാക്കന്മാരുണ്ട്, രാജാക്കന്മാരെ മക്കളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ രാജാവാ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പ രാജാവായിരുന്നു. രാജാക്കന്മാരെ മക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എല്ലാറ്റിനും മാതൃകയുണ്ട്. മാതൃകയില്ലാത്ത ഒന്നുമില്ല. എന്ത് കാര്യം ചെയ്യാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, അപ്പോൾ രക്ഷപ്പെടും. ജോലിയാണെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കണം. വരുമാനവും അള്ളാഹുവിനെ മുൻനിർത്തുന്നതായിരിക്കണം. തുടങ്ങി വെച്ച ഭാഗത്തേക്ക് ഞാൻ മടങ്ങിപ്പോകട്ടെ. എന്ത് വിഷയത്തിന്റെ മുന്നിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചാൽ വിജയിക്കാം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ദുനിയാവിൽ 2 സൗകര്യങ്ങളാണുള്ളത്: അൽ മാലു വൽ ബനൂൻ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കളും മുതലും ദുനിയാവിന്റെ ഭംഗിയാകുന്നു. ദുനിയാവിൽ 2 സൗകര്യമുള്ളത്: ഒന്ന് മക്കൾ, ഒന്ന് മുതൽ. ഈ രണ്ടും ഇസ്തിഗ്ഫാറിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാൻ പറഞ്ഞേ. ഈ 2 കാര്യങ്ങളും ഇസ്തിഗ്ഫാറിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. വസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. നമ്മൾ ഏത് പത്തിലാണ്? മഗ്ഫിറത്തിന്റെ പത്തിൽ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. 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 മഗ്ഫിറത്തിന്റെ അഹ്ലുകാർക്കാണ് മക്കളെ കൊണ്ടുള്ള സീനത്തും മുതൽ കൊണ്ടുള്ള സീനത്തും ഉണ്ടായിരിക്കുക. ആരാ മഗ്ഫിറത്തിന്റെ അഹ്ലുകാർ? അള്ളാഹു മഗ്ഫിറത്ത് തരുന്നവർ. അള്ളാഹു ആർക്കാ മഗ്ഫിറത്ത് തരിക? ലാ യഗ്ഫിറുല്ലാഹു മൻ ലാ യഗ്ഫിറുന്നാസ്. മനുഷ്യന് പൊറുക്കാത്തവൻ അള്ളാഹു പൊറുക്കൂല. മനുഷ്യന് പൊറുക്കാത്തവൻ അള്ളാഹു പൊറുക്കൂല. മനുഷ്യന്മാർക്ക് പൊറുക്കണവർക്കാണ് അള്ളാഹു തആല പൊറുക്കുക. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്. ജനങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാത്തവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യൂല. മഗ്ഫിറത്തും റഹ്മത്തും ഏട്ടനും അനുജനുമാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. റബ്ബി ഗഫിർ ലീ വർഹംനി. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅതൈത്. അവിടെ ഇല്ല. പിന്നെ പല സ്ഥലത്തും നമ്മൾ നോക്കിയാൽ മഗ്ഫിറത്തിൻ്റെ ഒപ്പം റബ്ബി ഗഫിർ ലീ
വർഹംനി വജുബുർനി വർഫനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും മഗ്ഫിറത്തിൻ്റെ ഒപ്പം റഹ്മത്തിനെ പറഞ്ഞിട്ടുണ്ടാവും. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ് ലാ യഗ്ഫിറുല്ലാഹു മൻ ലാ യഗ്ഫിറുന്നാസ്. ജനങ്ങൾക്ക് പൊറുക്കണം. അതായത് 10 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയത് നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും. 10 കൊല്ലം മുമ്പ് ഒരാൾ നമ്മളോട് കണ്ണുരുട്ടിയത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓനൊന്നും ഒരിക്കലും പൊറുക്കൂല. നമ്മളാർക്കും പൊറുക്കാൻ തയ്യാറില്ല. നമുക്കെല്ലാവരും പൊറുക്കണേ. നടക്കുമോ? ആദ്യം നമ്മൾ പൊറുക്കണം, എന്നാൽ അള്ളാഹു നമുക്ക് പൊറുക്കും. ആദ്യം നമ്മൾ റഹ്മത്ത് ചെയ്യണം, എന്നാൽ അള്ളാഹ് നമുക്ക് റഹ്മത്ത് ചെയ്യും. മാലും മുതലും 2 അനുഗ്രഹമാണ് ദുന്യാവിൽ, 2 സീനത്താണ്. അൽ മാലു വൽ ബനൂന. 2 കാര്യത്തിൽ പെടണമെങ്കിൽ മഗ്ഫിറത്തിൻ്റെ ഖൽബുണ്ടായിരിക്കണം. ഫോൺ ബുക്ക് എടുക്കുക, മൊബൈൽ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക, ഫോൺ നമ്പർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക, ഓരോരുത്തരിങ്ങനെ നോക്കന്നെ. മിഥിലാജ് ഓൻ പണ്ട് എന്നോട് മഞ്ചേരിക്ക് വരാൻ പറഞ്ഞുകൊണ്ട് കുറേ നേരം സ്വീപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ഓന് പുറത്തു കൊടുത്തു. അങ്ങനെ താഴെ കുഞ്ഞാപ്പു നാൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വണ്ടിയേറ്റ് വരാമെന്ന് പറഞ്ഞാണ്ട് അവസാനം വരാതെ സ്വീപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ഓന് പുറത്തു കൊടുത്തു. ഇങ്ങനെ 10 ദിവസം കൊണ്ട് മൊബൈലിൽ നമ്പറുള്ള മുഴുവൻ ആൾക്കും പുറത്തു കൊടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ? എന്നാൽ 19 അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളെ കൽബ് നമ്മളോട് പറയും, ഇക്കൊല്ലത്തെ റമദാനിലെ നടുത്തപ്പത്ത് മുതലായി. അവന് മാലിലും ഔലാദിലും സീനത്തുണ്ടാവും. 2 മഗ്ഫിറത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. കുട്ടികളുടെ ആളുടെ ദിക്ർ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദീം വസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. മഴ പെയ്യാനുള്ളത് ഏതാണ്? ഇസ്തിഗ്ഫാർ. വയുംദിദുക്കും ബി അംവാലിം വബനീൻ. മുതലുണ്ടാവുള്ള ദിക്ർ ഏതാണ്? ഇസ്തിഗ്ഫാർ. മക്കളുണ്ടാവുള്ള ദിക്ർ ഏതാണ്? ഇസ്തിഗ്ഫാറാണ്. മക്കളുണ്ടാവാത്തതിന് ഒരുപാട് കാരണമുണ്ട്. ഒരു കാരണം ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇസ്തിഗ്ഫാറും അതും കൂടി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. മക്കളുണ്ടാകുന്നതിന് ഉണ്ടാവാത്തതിന് ഒരുപാട് കാരണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ കാരണം, അള്ളാൻ്റെ ദുന്യാവിൽ ഒരുപാട് ജീവികളുണ്ട്. ഏകദേശം 20 ദശലക്ഷം ഇനം ജീവികൾ ഭൂമിയിലുണ്ട് എന്നാണ് കണക്ക്. 20 ദശലക്ഷം ഇനം ജീവികൾ ഭൂമിയിലുണ്ട് എന്നാണ് കണക്ക്. ഇതിലെ ഒരു ജീവി പോലും കുട്ടികളുണ്ടാകരുതേ എന്ന് കരുതി ഇണ ചേരാറില്ല. ഇരിക്കാലി ജീവി ഒഴിച്ച് ബാക്കി ഒറ്റ ജീവിയും. മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? നിങ്ങൾ ആടുകളെ കണ്ടുക്കണോ? ആടുകളെ കണ്ടിട്ടില്ലേ? എന്നാൽ മനസ്സിലാവും. ഒരാടിങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു പെണ്ണാട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൊറ്റനാട് ഇങ്ങനെ ചെന്നിട്ട് മുൻഭാഗത്ത് ചെന്നിട്ട് തലകൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വരുതൊക്കെ ചെയ്യും. അപ്പോൾ പെണ്ണാടിന് മനസ്സിലായി ഇന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യം. അതിൽ പെണ്ണാട് എന്ത് ചെയ്യും വെച്ചാൽ ഒന്ന് മൂത്രമൊഴിച്ചു കൊടുക്കും. അതിൽ ആണാട് കൊറ്റനാട് എന്ത് ചെയ്യും? അതൊന്നിങ്ങനെ മൂക്കിലാക്കിയിട്ട് മേലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പ്രത്യേക സ്റ്റൈലിലൊന്നിങ്ങനെ വലിച്ചു നോക്കും. എന്തേപ്പാ നോക്കിയത്? നിങ്ങൾക്ക് മനസ്സിലായോ എന്തേ നോക്കിയത്? എന്തേ മൂപ്പര് ടെസ്റ്റ് ചെയ്ത്? മൂപ്പര് ടെസ്റ്റ് ചെയ്തത് നിലവിൽ ഗർഭിണിയാണോ എന്നും ഗർഭധാരണത്തിന് തയ്യാറുണ്ടോ എന്നും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആണാട് പെണ്ണാടുമായി ഇണചേരുകയുള്ളൂ. ഇല്ലെങ്കിൽ വേറെ പെണ്ണിനെ നോക്കി പോകും. പയ്യു അങ്ങനെ തന്നെയാണ്. കന്നിമാസത്തിൽ മാത്രമാണ് പട്ടി ഗർഭിണിയാവുക എന്നതാണ് അതിൻ്റെ കാരണം. 20 ദശലക്ഷം ഇനം ജന്തുക്കൾ ഭൂമിയിലുള്ളതിൽ ഇരുക്കാലി ജന്തുവാകുന്ന മനുഷ്യൻ മാത്രം കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. അതിന് ഇസ്തിഗ്ഫാറാണ് ചെയ്താൽ കുട്ടിയുണ്ടാവും. മക്കൾ മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാറാണ് മക്കൾക്കും മുതലിനുള്ളത്. ഇനി ഓരോ ഉദാഹരണം പറഞ്ഞാലും നിങ്ങൾക്കത് നല്ലോണം മനസ്സിലാവും. അതുകൊണ്ട് മക്കൾ ഉണ്ടാവാനും ഉള്ള മക്കൾ നന്നാവാനും ഇസ്തിഗ്ഫാറാണ്. മുതലുണ്ടാവാനും ഉള്ള മുതലിൽ ബർക്കത്തുണ്ടാവാനും ഇസ്തിഗ്ഫാറാണ്.
അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ കൽബുണ്ടാവണം. പൈസ ഉണ്ടാക്കേണ്ട 9-10 ദിവസത്തിലാണ് നമ്മളുള്ളത്. മക്കളെ സ്വാലിഹീങ്ങളാക്കേണ്ട 10 ദിവസത്തിലാണ് നമ്മളുള്ളത്. അതിനാദ്യം എന്ത് വേണം? മഗ്ഫിറത്തിന്റെ കൽബ് ഞമ്മക്കുണ്ടാവണ്ടേ. നമ്മൾ കാല് കേട് വന്നിട്ട് കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിട്ടുങ്ങാണ്ട് ആശുപത്രി കടന്നപ്പോ വരാത്തോൻ കാലിന്റെ തള്ളാംവരൽ വെച്ചുത്തിങ്ങാണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടക്കുമ്പോ പോയി നോക്കാൻ തോന്നുന്ന കൽബിനാണ് റഹ്മത്തിന്റെ കൽബ് എന്ന് പറയണത്. മറ്റതല്ല. ഏത്? ഇങ്ങോട്ട് വന്നതിന് അങ്ങോട്ട് പോരലല്ല റഹ്മത്ത്. റഹ്മത്ത് പറഞ്ഞാലേ അതല്ല. അബൂജാഹിലിന്റെ പേരിൽ ഒരിക്കൽ സൽക്കാരം ഉണ്ടായി, ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ എല്ലാരെയും വിളിച്ച കൂട്ടത്തിൽ നബി തങ്ങളെയും വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാന്നും പറഞ്ഞു. സൽക്കാരത്തിന്റെ ദിവസം നബി തങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എവിടേക്കാ അന്ന് പോണു ചോദിച്ചു. അബൂജാഹിലാപ്പയുടെ പേരയിൽ കല്യാണം അല്ല സൽക്കാരം ഉണ്ട്, അതിന് പോകുകയാണ് പറഞ്ഞു. അതുകൊണ്ട് ചെറുമി പറഞ്ഞതാണ് അബൂജാഹിലാപ്പളാണ്. ഇതിങ്ങനെ കേട്ടപ്പോൾ അത് ബദർ സിറ പാരായണം അങ്ങനെ കേട്ടതാണേ. അപ്പം അങ്ങനെ കുറേ കേട്ടപ്പോൾ മുപ്പത്തിയർക്ക് തോന്നി ഇതൊരു മാപ്പിള തന്നെയാണെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞു. അബൂജാഹിലിന്റെ പേരയിൽ സൽക്കാരം ഉണ്ട്, അതിന് പോകുകയാണ് പറഞ്ഞു. ഞാനും പുറത്ത് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഈ ചങ്ങായി എന്താ ചെയ്ത് വെച്ചാൽ ഓൻ്റെ പെരയുടെ മുന്നിൽ വലിയൊരു കുയ്യ ഉണ്ടാക്കിക്കാണ്. ആഴമുള്ള കുയ്യല്ല, വലിയൊരു കുയ്യ്. അതിൻ്റെ മേലെ ഇങ്ങനെ അലകും കോലും വെച്ചിട്ട് പാക്ക് വെച്ചിങ്ങാണ്ട് മണ്ണിട്ട് മൂടിക്കുക. കുയ്യ് ചാടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറ്റത്ത് കണ്ട് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ചിങ്ങാണ്ട് സൈഡിൽ കൂടി എങ്ങനെയാണ് കൊണ്ടുപോയി. അതിൽ മൂപ്പരിങ്ങനെ ഡൈനിങ് ഹാളിൽ എന്നിട്ട് കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം ചാടുമെന്ന് എഴുതിയിട്ട് സൈഡിൽ കൂടിയാണ് പോരുന്നതെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വാതിൽ തുറന്നുങ്ങാണ്ട് മുഹമ്മദേ ഇതിൽ കൂടെ പോരറിഞ്ഞാണ്ട് ചെന്നുങ്ങാണ്ട് കുജിക്കൺ ചാടി. ചിരിച്ചണ്ട. എന്നിട്ട് ആ പെരേന്ന് ചോറ് കഴിച്ചിട്ടാണ് മുഹമ്മദ് നബി പോകുന്നത്. പറ്റുമോ ഞമ്മക്ക്? അതാണ് റഹ്മത്ത് പറഞ്ഞത്. മദീനത്തെ മുനാഫിക്കുകളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന ആള്. മുനാഫിക്കുകളുടെ നേതാവാ. അയാൾ മരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പെൺചൊല്ല് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറഞ്ഞ മുനാഫിക്കുകളുടെ നേതാവ്. അയാൾ മരിച്ചു. അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചെന്നു. അപ്പോൾ അതിന് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിക്കരിച്ച് കബർക്ക് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കബറിലേക്ക് ഇറക്കാണെന്ന് കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് നേരെ കബർക്കണ്ടിറങ്ങി. കാലിൻ്റെ തൊടമ്മക്ക് മയ്യത്തിണ്ട് വാങ്ങി വെച്ചു. തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ട് ഇങ്ങനെ പുതച്ചു കൊടുത്തു, കഴിച്ചിലേക്കോട്ടെ എന്ന് എഴുതിയിട്ട്. മറവ് ചെയ്ത് പോരുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഒരായത്തിറങ്ങി, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ യഗ്ഫിറല്ലാഹു ലഹും. സൂറത്തു തൗബ. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന ആയത്തിറങ്ങിയപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നോട് 70 പ്രാവശ്യം പറഞ്ഞാൽ പുറത്തു കൊടുക്കൂല എന്നല്ലേ പറഞ്ഞതുള്ളൂ. 71 പ്രാവശ്യം പറഞ്ഞിട്ട് അയാളങ്ങോട്ട് കിട്ടുമോന്ന് നോക്കും ഞാനെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി. അതാണ് റഹ്മത്ത്. അത് നമ്മളെ കൽബിക്കണ്ട വരണം. എന്നാ മുതലും നേരവും മക്കളും നേരവും ഒക്കെ നേരവും. ഇതാണ് റഹ്മത്തും മാഫിറത്തും എന്ന് പറഞ്ഞത്. ഇത് നമ്മളൊരു മനുഷ്യനും പൊരുത്തപ്പെട്ടു കൊടുക്കാം. കഴിഞ്ഞ റമദാന്റെ മുമ്പത്തെ റമദാന് നോൽബർപ്പിച്ചാലും ചെന്നപ്പോൾ അച്ചാറ് മേത്തു കൂടെ പറഞ്ഞു, അതൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കന്നില്ല. മരിച്ചോലും പൊരുത്തപ്പെട്ട് കൊടുക്കൂല. അല്ലാഹുമ്മ ഫിർലി ദുനൂബി 3 വട്ടം. ഒരു അങ്ങനെ നടക്കൂല. നടക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമാണ് പൊരുത്തപ്പെട്ട് കൊടുക്കണേ. മുതലും മക്കളും മഗ്ഫിറത്തിൽ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെല്ലിയാൽ മാത്രം പോരാ, ചെല്ലണം. ആ ചെല്ലണേൻ്റെ ഒപ്പം നമ്മളെ കൽബ് ഇങ്ങോട്ട് അതിന് പ്രിപ്പയറായി വരണം, അതിനിങ്ങനെ ശരിയായി വരണം. നമ്മൾ എത്ര കണ്ട് മാപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ അത്ര കണ്ട് നമ്മൾ മക്കളെ കൊണ്ടും പൈസ കൊണ്ടും വിജയിക്കും. മക്കളും മുതലും ഉപകാരമില്ല എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞത്, ഉണ്ട് എന്നാ പറഞ്ഞത്. റബ്ബി ലാ തുഖ്സിനീ യുബഅസൂൻ,
യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഖ്സിനി, എന്നെ നീ ടെൻഷൻ ആക്കരുത്, ഹീന യുബ്അസൂൻ, ബീസത്തിന്റെ നാളില്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ. ഉപകാരം ചെയ്യൂലെന്നല്ലോ, ചെയ്യും. ആർക്ക്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അല്ലാഹുവിങ്കൽ ചെന്നവന് മക്കളെ കൊണ്ടും കാര്യം കിട്ടും, മുതലുകൊണ്ടും കാര്യം കിട്ടും. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം. രക്ഷപ്പെട്ട ഹൃദയം വേണം. ഇനിയിപ്പോ ഇതുക്കും മിനന്നാറാണ് വരുന്നത്, അടുത്ത 10. ഞമ്മളെ അള്ളാഹു തആല നരകത്തുനിന്നാണ്ട് ഇത്തിക്കല്ലെങ്കിലേ ഞമ്മൾ വേറെ ഉള്ളവരാണ്ട് ഇത്തിക്കല്ലണം. ഇല്ല, കുഞ്ഞഹമ്മദ് ഉദാഹരണം. കുഞ്ഞഹമ്മദ് സ്വർഗത്തിലാ നരകത്തിലാ? ഓ, എന്തായാലും നരകത്തിലാന്ന് ഉറപ്പല്ലേ. ഗീബത്ത് പറയല്ലാതെ എന്താ ഓന് പണി? മയമുട്ടി ഉമ്മാനെ തച്ചോനല്ലേ, ഓ നരകത്തിലെ വറകന്നെ ഉറപ്പാണ്. പിന്നെ അബ്ദുറഹ്മാന് തേങ്ങ കച്ചവടമാണ്, കള്ളപ്പെറുക്കല്ലാതെ വേറൊന്നും എൻ്റെ അടുത്തില്ല. ആകെ കള്ളപ്പെറുക്ക്. ഓ എന്തായാലും നരകത്തിൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ സ്വർഗത്തിലാരാ? ബഹുമാനപ്പെട്ട ഞാൻ മുസാഫിലെ നടുക്കത്തെ കണ്ടം, ഞാനാണിപ്പോൾ സ്വർഗത്തിലുള്ളത്. ആദ്യം നമ്മൾ ഓലക്കൊന്നും നരകത്തുനിന്ന് എത്തിക്കല്ലേ. അബ്ദുറഹ്മാൻ ഓ എന്തായാലും കഴിച്ചിലാവും. സംഗതി എന്തൊക്കെ പറഞ്ഞാലേ ഓൻ അവസാനം വെച്ചിട്ട് ഓൻ്റെ ഉമ്മാൻ്റെ ഒരു നോട്ടം നോക്കിയിട്ട് നരകത്തുനിന്ന് കഴിച്ചിലാകാൻ അത് മതി, ഓ എന്തായാലും കഴിച്ചിലാവും. അങ്ങനെ ഓരോരുത്തരും കഴിച്ചിലാക്കി. മഹല്ലിലുള്ള മുഴുവൻ മനുഷ്യന്മാരും കഴിച്ചിലാകട്ടെ. അവനാൻ്റെ കാര്യത്തിൽ മാത്രമാണ് പേടി വേണ്ടത്, വേറുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും സലാമത്താവുന്ന്. ഇത് നമ്മളെല്ലാവരും നരകത്ത് ചേർത്തിട്ട് അല്ലാഹുമ്മ ഇഅ്തിഖ്നി മിനന്നാർ അദ്ഖിൽനിൽ ജന്നത്തെ യാ റബ്ബൽ ആലമീൻ. ബാക്കിയുള്ളവരൊക്കെ നരകത്തുനിന്ന് നമ്മൾ മോചിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെയും മോചിപ്പിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മഗ്ഫിറത്തിൻ്റെ വർത്താനം പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മളെ കാര്യം, നരകമോചനത്തിൻ്റെ കാര്യവും.